الرحمن الرحيم الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. പ്രോമിസഡ് ലാൻഡ് വാഗ്ദത്ത ഭൂമി എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സയോണിസത്തെ സംബന്ധിച്ചിടത്തോളവും ദ പ്രോമിസഡ് ലാൻഡ് വാഗ്ദത്ത ഭൂമി എന്നുള്ളത് വളരെ അനിവാര്യമായ വളരെ അടിസ്ഥാനപരമായ ഒരു ചർച്ചയാണ്. ആ ചർച്ചയെ കേന്ദ്രീകരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ഇന്ന് സയോണിസ്റ്റുകൾ അവരുടെ രാഷ്ട്രസ്ഥാപനം പോലും നടത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സയോണിസം ഉദ്ദേശിക്കുന്ന വാഗ്ദത്ത ഭൂമി എന്ന വാദം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വിശാലതകൾ എന്താണ്, അത് ആരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതിൽ ആ വാഗ്ദത്ത ഭൂമി നൽകപ്പെട്ടവർ ആരൊക്കെയാണ്, അതിൻ്റെ കൂടെ ഇത് ഏത് കാലം വരെ നീണ്ടു നിൽക്കുന്നു എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് സയോണിസം ഫലസ്തീൻ കയ്യേറുന്നതിന് അവർ ഉപയോഗിച്ച ബിബ്ലിക്കലായ സേക്രഡ് ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ എടുത്ത ഈ ആശയത്തെക്കുറിച്ച് നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. സാധാരണ നമ്മൾ പൊതുവെ പറയാറുള്ളത് സയോണിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി അതിന്റെ പ്രാദേശികമായി മാത്രം മനസ്സിലാക്കുന്നതാണ് നല്ലത്. അതിലൊരു മതപരമായ വായന അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന, ഒഴിവാക്കുന്ന ഒരുതരം ലിബറൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കുലർ വായന ഫലസ്തീൻ വിഷയത്തോടും സയോണിസത്തിന്റെ ചരിത്രത്തോടും ചേർത്ത് വെച്ച് വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയവും സയോണിസം എന്ന് പറയുന്ന ആശയവും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റും അതുപോലെ തന്നെ ആധുനിക ഇസ്രായേലിന്റെ അടിസ്ഥാനവും അവരുടെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് മുഴുവനും കിടക്കുന്നത് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ആശയവുമായി ചേർന്നുകൊണ്ടാണ് എന്നതാണ് സത്യം. അതിൽ നിന്നാണ് ഉണ്ടായ അവരുടെ അധിനിവേശങ്ങളും വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളും ഇന്നും നിലനിൽക്കുന്ന, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഓക്യുപ്പേഷനുമെല്ലാം ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ആശയവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ചർച്ച എന്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. പ്രോമിസഡ് ലാൻഡ് വാഗ്ദത്ത ഭൂമി എന്നത് നമുക്ക് ബൈബിളിലൂടെ, ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിലുള്ള അതായത് തൗറാത്തിന്റെ ഭാഗങ്ങളിലൂടെ, ബൈബിളിലൂടെയും ഖുർആനിലൂടെയും കടന്നു ചെല്ലുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മൾ ആദ്യമായി നല്ല ധാരണ വേണം. ജനസിസ് ഉൽപ്പത്തി 15-18 അവിടെയാണ് ഇതിന്റെ വളരെ ഏറ്റവും വ്യക്തമായ ഒരു തരത്തിൽ എന്താണ് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് വിശദീകരിക്കുന്നത്, വാഗ്ദത്ത ഭൂമി എന്ന് വിശദീകരിക്കുന്നത് ആ ഭാഗത്താണ്. ജനസിസിലെ 15-18 നമ്പറിലാണ്. On that day the Lord made a covenant with Abraham and said, to your descendants I give this land from the Wadi of Egypt to the river the Euphrates എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണ്. അതായത് ഈ ദിവസം മുതൽ കർത്താവ് ലോർഡ് എബ്രഹാമിന് കരാർ കവനന്റ് നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നത്, നിനക്ക് നിന്റെ പിൻഗാമികൾക്ക് ഈ ഭൂമി ഞാൻ നൽകിയിരിക്കുന്നു. അത് ഈജിപ്തിന്റെ വാദി മുതൽ താഴ്വരം മുതൽ ഈ ഗ്രേറ്റ് റിവർ യൂഫ്രട്ടീസ് വരെയുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഈജിപ്തും തുർക്കിയുടെയും സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ഇറാഖിന്റെ ചില ഭാഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന് ആ ഭൂമി നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് ആ ഭൂമി നൽകുന്നു എന്ന രീതിയിലുള്ള ജനസിസിലെ ഈ ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെയാണ് ആധുനിക ചർച്ചയിൽ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എരറ്റ്സ് ഇസ്രായേൽ എന്നാണ് വിളിക്കുന്നത്. എരറ്റ്സ് എന്നുള്ളത് ഒരുപക്ഷെ അറബിയിലെ ഹീബ്രു ഭാഷയാണ്. അറബിയിൽ നിന്ന് അർസ് അല്ലെങ്കിൽ അർവ് എന്നതിൽ നിന്നുള്ള ഹീബ്രു ഒരു ഭാഷാന്തരമായിരിക്കാം എരറ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അത് ചർച്ച വികസിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ബിബ്ലിക്കൽ നരേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഈ വാദവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ കഴിയും.
ഉദാഹരണം ജെറമിയ, ബൈബിളിലെ പഴയ നിയമത്തിലെ ജെറമിയയില് 7:23 ഈ കമാൻഡ്, ഈ ഒരു കരാർ നൽകുന്നതിനെ കുറിച്ച് ജെറമിയ അവിടെ വിശദീകരിക്കുന്നുണ്ട്. But I gave them this command, obey me, and I will be your God, and you will be my people. Walk in obedience to all I command you, that it may go well with you. എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഇത് ഞാൻ അവർക്ക് നൽകിയ കരാറാണ്, കമാൻഡാണ്, ഒരു കൽപ്പനയാണ്. എന്നെ അനുസരിക്കുക. അങ്ങനെ ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ ഗോഡായി മാറും, കർത്താവായി മാറും, ദൈവമാവും. നിങ്ങൾ എൻ്റെ ജനതയുമായി മാറും. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മുഴുവൻ കമാൻഡുകളെയും നിങ്ങൾ അതിനെ അനുസരിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുക, നടക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ നന്നായി ഭവിച്ചേക്കാം എന്ന് ജെറമിയയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഒരു കമാൻഡ്. അതുപോലെ തന്നെ എക്സോഡസിൽ, പുറപ്പാട് 19:5 ഇതേ രീതിയിലുള്ള മറ്റൊരു കരാറുമായി ബന്ധപ്പെട്ടത് കാണുവാൻ കഴിയും. Now if you obey me fully and keep my covenants, ഇപ്പോൾ നീ എന്നെ മുഴുവനായും അംഗീകരിക്കുകയും എൻ്റെ കവനന്റ്, എൻ്റെ ഈ പറയുന്ന കരാർ അത് നിങ്ങൾ അംഗീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, then out of all nations you will be my treasured possession, although the whole earth is mine. അങ്ങനെയാണെങ്കിൽ എല്ലാ നാടിനേക്കാളും നിങ്ങൾ എൻ്റെ ഏറ്റവും ട്രഷേർഡ് പൊസിഷൻ ആയിരിക്കും, ഏറ്റവും നല്ല പൊസിഷനായി നിങ്ങൾ മാറും. ഭൂമി മുഴുവൻ എൻ്റേതാണെങ്കിലും നിങ്ങൾക്ക് അത് കരുതി വെച്ചിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ, ഒരു കരാർ കർത്താവ് ദൈവം ഇവരുമായി നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ ബൈബിളിൽ കരാറുകൾ നൽകുക, ആ കരാറുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് പ്രോമിസർ ലാൻഡ് എന്ന് പറഞ്ഞ ചർച്ച. പ്രോമിസർ ലാൻഡ് ആർക്കാണ് നൽകുന്നത് എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ആർക്കാണ് നൽകുന്നത്? ഒന്നാമത് സാധാരണ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇസ്രായേലികൾക്കാണ് എന്നുള്ളതാണ് പൊതുവെ പറയാറ്. എന്നാൽ എബ്രഹാമിന്റെ സന്തതികൾ എന്ന രീതിയിലാണ് ബൈബിളിൽ മുഴുവനും ഉപയോഗിക്കുന്നത്. ഇസ്രായേലികൾക്ക് നൽകുന്നു എന്ന രീതിയിലല്ല ബൈബിൾ ഉപയോഗിക്കുന്നത്. കാരണം ഈ എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുമ്പോൾ പൊതുവെ ജൂയിഷ് ട്രഡീഷനിൽ, അവരുടെ ഒരു മതകീയ നിയമ ചരിത്ര വിവരണ പാരമ്പര്യത്തിൽ മുഴുവനും യഹൂദർ നടത്തുന്ന ഒരു വിശദീകരണം, ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ മകൻ യാക്കൂബ് അലൈഹിസ്ലാമിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു വംശാവലിക്കാണ് ഈ ഒരു പ്രതിജ്ഞ ഉള്ളത് എന്ന രീതിയിലാണ് യഹൂദ ചരിത്ര വിശദീകരണം. എന്നാൽ ബൈബിളിൽ അതിനേക്കാളും അപ്പുറം യഹൂദർക്ക് എല്ലാവർക്കും അടങ്ങുന്ന ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ, എബ്രഹാം പ്രവാചകന്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ നൽകുന്ന ഒരു പ്രവചനമായിട്ടാണ് ബൈബിളിൽ ഇത് പരാമർശിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കുക, ഇവിടെ ഇസ്ഹാക്ക്, ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ രണ്ടാമത്തെ മകനായ, ബൈബിളിൽ ഖുർആൻ പരാമർശിക്കുന്ന രണ്ടാമത്തെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കൂബ്, ആക്ച്വലി ഇസ്രായേൽ എന്നുള്ള പദം പോലും യാക്കൂബ് അലൈഹിസ്ലാമിന്റെ, അല്ലെങ്കിൽ ബൈബിൾ പരാമർശിക്കുന്ന ജേക്കബ് എന്ന പ്രവാചകന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ മക്കൾ, അതായത് യാക്കൂബിന്റെ മക്കൾ എന്ന രീതിയിലേക്കാണ് വിശദീകരിക്കുന്നത്. പക്ഷേ തൗറാത്തിൽ, അതായത് പഴയ നിയമത്തിൽ, ബൈബിളിൽ അടക്കം വിശദീകരിക്കുന്നത് എബ്രഹാമിന്റെ സന്തതികൾക്ക് നാം നൽകും എന്ന രീതിയിലുള്ള വിശദീകരണമാണ് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നത്. അല്ലാതെ ഇത് ഇസ്രായേലിന്റെ മക്കൾക്ക് നൽകുന്നു എന്ന രീതിയിൽ നമുക്ക് ബൈബിളിലും പഴയ നിയമങ്ങളിലൊന്നും കാണുവാൻ കഴിയില്ല. ഖുർആൻ പോലും ഈ തരത്തിലാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്ന ആ ഒരു ഭാവത്തെ, ആ ഒരു ഗ്രൂപ്പിനെ വിശദീകരിച്ചു കൊണ്ടാണ് ഈ ചർച്ചകൾ തന്നെ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാനറിയും. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബൈബിളിൽ, ഖുർആനിൽ ഇസ്ഹാഖും അതുപോലെ തന്നെ ഇസ്മായിലും, ഈ പറയുന്ന രണ്ട് പ്രവാചകന്മാരെ, രണ്ട് മക്കളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ ബൈബിളിൽ വേറെയും ഒരു 6 മക്കളെ, ഇബ്രാഹിമിന്റെ സന്തതികളായി വേറെയും 6 മക്കളെ ബൈബിളിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് സിമ്രാൻ, ജോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവ. അതായത് സിമ്രാൻ, ജോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവ എന്നീ അടക്കമുള്ള 6 മക്കളെയും കൂടി ബൈബിളിൽ ഇബ്രാഹിമിന്റെ സന്തതികളായി
ബൈബിൾ നരേഷനിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ മക്കളുടെ വംശപരമ്പരയിലും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോമിസ്, അള്ളാഹുവിന്റെ കവനന്റ്, കർത്താവിന്റെ കവനന്റ്, കരാർ, പ്രോമിസ് എന്ന് പറയുന്നത് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പക്ഷേ യഹൂദ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ വാദത്തെ തള്ളിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം യഥാർത്ഥത്തിൽ മറ്റൊരു വിഷയം കൂടി നമ്മൾ അറിയേണ്ടത്, ഇസ്ഹാക്കിന് 2 മക്കളുണ്ട്. ഒന്ന് യാക്കോബ് മാത്രമല്ല ഇസ്ഹാക്കിന്റെ മകൻ, ഈസാവ് എന്ന് പറയുന്ന മറ്റൊരു മകനും കൂടിയുണ്ട്. അതിന് വേറൊരു വംശാവലിയും ഉണ്ട്. അപ്പോൾ ആ വംശാവലിയും കൂടി റദ്ദ് ചെയ്തുകൊണ്ടാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബിൽ നിന്ന് മാത്രം ഒരു വംശാവലിയെ മാത്രം പരിഗണിക്കുന്നത്. ഇസ്ഹാഖിൻ നബിയുടെ ഈസോ എന്ന് പറയുന്ന മറ്റൊരു വംശാവലിയെ പരിഗണിക്കുന്നതുമില്ല. ഈ ഒരു തരത്തിൽ ജൂയിഷ് വംശാവലിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ യാക്കൂബ് നബിയുടെ വംശാവലിയെ മാത്രം പരാമർശിക്കുന്ന ഒരു ചരിത്ര വിശദീകരണമാണ് ഉള്ളത്. പക്ഷേ ആ വായന ബൈബിളിന്റെ തന്നെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ തന്നെ വായനയ്ക്ക് നേരെ എതിരാണെന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ ഈ ലോകത്ത്, അതായത് കമാൻഡ്മെന്റ് സംസാരിക്കുന്ന, ബൈബിളിനെ കുറിച്ചും പഴയ തൗറാത്തിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചുമുള്ള വിവിധ പഠനത്തിൽ നടത്തിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ആ ഒരു വിഷയം കൂടി നമുക്ക് നന്നായി ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെയാണ് വേറെയും ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങൾ കാണാം. ഖുർആൻ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു വിശദീകരണം ആർക്കാണ് ഈ കരാർ കൊടുത്തെന്നുള്ളതാണ്. ആർക്കാണ് കൊടുത്തതെന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലായി. ഇനി എന്തിനാണ് കൊടുത്തത് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ കമാൻഡുകളിലെല്ലാം ഐ ഗേവ് ദം ദിസ് കമാൻഡ് ഒബേ മീ, എന്നെ നിങ്ങൾ അനുസരിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കർത്താവാകും, നിങ്ങൾ എൻ്റെ ജനതയാവുമെന്ന് ജെറമിയ 7:23 എക്സോഡസ് 19:5 അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലും ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു ജനസമൂഹത്തിന് കൊടുക്കുന്നതല്ല, പകരം വാഗ്ദാനം എന്നത് ആ സമൂഹത്തിന്റെ അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിനും നൽകുന്ന ഒരു വാഗ്ദാനമാണ്, ഒരു പ്രോമിസ് ആണ്. ഒരു വിശ്വാസം, ആദ്യം നിങ്ങൾ എന്നെ അനുസരിക്കുക, വിശ്വാസവും ഉണ്ടാവുക, അതിന്റെ കൂടെ അനുസരണയും ഉണ്ടാവുക, ആ ഒരു സാഹചര്യത്തിൽ നൽകുന്ന വാഗ്ദാനമാണ്. അല്ലാതെ അള്ളാഹു ഒരു സമൂഹത്തിന് മാത്രം വെച്ചു കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിട്ടല്ല ഇത് തൗറാത്തിലുമാവട്ടെ ബൈബിളിലുമാവട്ടെ അവിടെയൊക്കെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വാസവും അതിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ കർത്താവിനെ അനുസരിക്കുകയും അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയും അനുസരണവും അടിമത്തവും ചെയ്തവർക്കാണ് ഈ കരാർ നൽകുന്നത് എന്ന രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ പഴയ നിയമത്തിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നോക്കുക, ബൈബിളിലെ പാം, അതായത് സങ്കീർത്തനം ഭാഗത്തെ 78:10 അവിടെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. They did not keep God's covenant but refused to walk according to his law. അവര് കർത്താവിന്റെ കവനന്റ് കീപ്പ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ കർത്താവിന്റെ നിയമാവലിക്ക് അനുസൃതമായി നടക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്തു, റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അതേ പാംസിൽ തന്നെ 78:8 വചനത്തിലും നോക്കുക. They would not be like their ancestors. അവർ മുൻഗാമികളെ പോലെ ആവുകയില്ല. അവർ a stubborn rebellious generation. അവർ എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്? ഒരു stubborn ആയ rebellious generation ആണ്. Whose hearts were not loyal to God. ദൈവത്തോട് ഒട്ടും ലോയൽ അല്ലാത്തതാണ് അവരുടെ ഹൃദയങ്ങൾ. അവരുടെ whose spirits were not faithful to him. അവരുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അവരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഒരു ഫെയ്ത്ത്ഫുൾ അല്ലാത്ത, ദൈവത്തോട് കർത്താവിനോട് ഫെയ്ത്ത്ഫുൾ അല്ലാത്തവരാണ് എന്ന രീതിയിലും ഇവരുടെ ഈ വിസമ്മതത്തെ, അതായത് വാഗ്ദാനം ലംഘിക്കുന്ന അവരുടെ മനോഭാവത്തെ പഴയ നിയമം തന്നെ വിശദീകരിക്കുന്നതും ബൈബിൾ തന്നെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസായ എന്ന് പറയുന്ന ബൈബിളിലെ മറ്റൊരു ഭാഗത്ത് 24 വചനം നോക്കുക. The earth is defiled by its people. ഈ ഭൂലോകം തന്നെ ആ സ്വന്തം ജനതയെ കൊണ്ട് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവരെന്താണ് ചെയ്തത്? ഇവരുടെ സ്വഭാവത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ യെശയ്യാ 24 വചനം പറയുന്നത്. They have disobeyed the law. അവർ അത് ലംഘിക്കുകയാണ് ചെയ്തത്, അവർ അനുസരിച്ചില്ല നിയമങ്ങളെ.
പകരം വയലേറ്റഡ് ദ സ്റ്റാറ്റ്യൂട്ട്സ്, ദ ബ്രോക്കൺ ദ എവർലാസ്റ്റിംഗ് കവനന്റ്. അവർ മുഴുവൻ നിയമങ്ങളെ മുഴുവനും അവർ വയലേറ്റ് ചെയ്യുകയും അവർക്ക് എക്കാലത്തേക്കും അവർക്ക് കൊടുത്ത കവനന്റിനെ ഒരു ബ്രോക്ക് ചെയ്യുകയുമാണ് ചെയ്തത്. ബ്രേക്ക് അവർ നശിപ്പിച്ചോളെ, അല്ലെങ്കിൽ അത് മുറിച്ച് അതുമായിട്ടുള്ള ബന്ധം, കരാറുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുമാണ് അവർ ചെയ്തതെന്ന് ഇസയ്യായിലും 24-ാം വചനത്തിൽ പറയുന്നു. ജെറമിയയിൽ തന്നെ 11:10 ആ വചനം നോക്കുക. അവിടെയും പറയുന്നത് ഇതേ രീതി തന്നെയാണ്. ഇവർ എന്റെ വേർഡ്സുകൾ, ഹു റിഫ്യൂസ് ടു ലിസൺ ടു മൈ വേർഡ്സ്, ഇവർ എന്റെ വാക്കുകൾ വിസമ്മതിച്ചിരിക്കുന്നു. they have followed other gods to serve them. അവർ ബാക്കിയുള്ള ദൈവങ്ങളെ അനുസരിക്കുവാൻ തുടങ്ങി, അതിനെ സെർവ് ചെയ്യുവാൻ തുടങ്ങി. എന്നിട്ട് ആ രീതിയിലുള്ള വാക്കുകളും നമുക്ക് ജെറമിയ 11:10 ഭാഗങ്ങളിലും കാണുവാൻ കഴിയും. ഇത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു വിശദീകരണം എന്ന നിലയിൽ ഖുർആന്റെ പല ഭാഗങ്ങളും വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്തിനാണ് ഖുർആൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരുടെ ഈ ഒരു ധിക്കാരത്തെ പരാമർശിക്കുന്നത്? കാരണം ചൂസൺ പീപ്പിൾ എന്ന് സ്വയം വാദിക്കുന്ന യഹൂദരുടെ അവരുടെ അഹങ്കാരത്തെ തള്ളിക്കളയുകയാണ് ഖുർആൻ ചെയ്യുന്നത്. കാരണം തൗറാത്ത് കൊടുക്കുകയും അതിൽ അവർ തഹരീഫ്, തെറ്റി വളച്ചു ഒടിക്കുകയും സ്വന്തം രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തുകയും എന്ന് മാത്രമല്ല അതിനുശേഷം അവർക്ക് ഇഞ്ചീൽ ഈസാ നബിയിലൂടെ കൊടുക്കുകയും ചെയ്തപ്പോൾ അതിനെ തള്ളിക്കളയുകയും അതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഖുർആൻ വരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം ഏകദേശം ഏറ്റവും നല്ല രീതിയിൽ പരാമർശിക്കുകയും അവർക്കിടയിൽ വന്ന പ്രശ്നങ്ങളെ വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യും, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സ്വഭാവമാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ അവരുടെ പ്രവാചകന്മാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെ അവർ തള്ളിക്കളഞ്ഞതിന്റെ ഫലം അതുതന്നെയാണ് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന അവരിൽ നിഷേധിക്കപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലും കൂടിയാണ് ഖുർആൻ അതിനെ കാണുന്നത്. അതായത് ഖുർആൻ ഒരിക്കലും പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്നില്ല, പക്ഷെ പകരം അവരോട് ഇടപെടുത്തി നടത്തുന്ന കരാറുകളെ കുറിച്ച് ഖുർആൻ പല ഭാഗങ്ങളിലും പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം അൽ ബഖറ തന്നെ 40-ാമത്തെ ആയത്തിൽ അവിടെ യാ ബനി ഇസ്രായേൽ ഇദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹദി ഊഫി ബിഅഹദിക്കും ഇയ്യായ ഫർഹബൂൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അൽ ബഖറ 20-ാം നമ്പർ ആയത്താണ്, അത് 40-ാമത്തെ ആയത്താണ്. ആയത്തിൽ ബനു ഇസ്രായേൽ സമൂഹത്തെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഖുർആൻ എപ്പോഴും ഇസ്രായേൽ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ വിഷയം പരാമർശിക്കുന്നത്. അവിടെ പറയുന്നത് നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക, അതുപോലെ എന്നോട് നിങ്ങൾ ഏർപ്പെട്ട കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക, അതിന്റെ കൂടെ നിങ്ങൾ എന്നെ ഭയക്കുകയും ചെയ്യുക എന്ന രീതിയിൽ ഖുർആന്റെ പല ഭാഗങ്ങളിലും ഈ ആയത്തുകൾ നമുക്ക് വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ ഇവരുടെ ധിക്കാരത്തെ ഏതൊക്കെ തരത്തിലാണ് ഇവരുടെ ധിക്കാരങ്ങൾ ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അൽ ബഖറയിൽ തന്നെ 83-ാമത്തെ ആയത്തിൽ ഇവരുടെ ധിക്കാരത്തെ കുറിച്ച് പറയുന്നത് വൈദ അഖദനാ മീസാഖ ബനി ഇസ്രായീൽ, ഇസ്രായേലിനോട് നമ്മൾ കരാറെടുത്ത നേരം ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, ഇവിടെ പറയുന്നത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, വേറെ ആരെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്നായി പെരുമാറുക, വദിൽ ഖുർബ അടുത്ത ബന്ധുക്കളോടും, വൽ യതാമ യതീം മക്കളോടും, വൽ മസാകീന മിസ്കീങ്ങളോടും, വഖൂലു ലിന്നാസി ഹുസ്ന ജനങ്ങളോടും നല്ലത് പറയുക, വഅഖീമുസ് സ്വലാത്ത് നമസ്കരിക്കുക, വആതു സകാത്ത് സകാത്ത് നൽകുക, സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും എന്നാൽ നിങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് അനുസരിച്ചത്, ബാക്കിയുള്ള എല്ലാവരും പിന്തിരിഞ്ഞു പോവുകയാണ് നിങ്ങൾ ചെയ്തത്. വാണ്ടും മോരികൂൻ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് എന്ന രീതിയിൽ ഖുർആൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബഖറയിൽ തന്നെ 93-ാമത്തെ ആയത്തിലും വൈദ അഖദനാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ വസ്മഉ ഖാലൂ സമഅനാ വഅസൈനാ വഉശ്രിബു ഫീ ഖുലൂബിഹിം അൽഇജൽ ബികുഫ്രിഹിം ഖുൽ ബിഅസ മാ യഉമറുക്കും ബിഹി ഈമാനുക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് മീതെ തൂർ പർവ്വതം ഉയർത്തിക്കൊണ്ട് നാം നിങ്ങളെ പ്രതിജ്ഞ ചെയ്തത് ഓർക്കുക, നമ്മുടെ ദർശനങ്ങൾ മുറുകെ പിടിക്കണമെന്നും ചെവി കൊടുത്ത് കേൾക്കണമെന്നും നാം താക്കീത് നൽകിയിരുന്നു. നിങ്ങളുടെ പൂർവികർ എന്താണ് പറഞ്ഞത്? പൂർവികർ പറഞ്ഞതോ ഞങ്ങൾ കേട്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്നും സത്യനിഷേധം മൂലം അവരുടെ ഹൃദയങ്ങളിൽ ഒരു പശുക്കിടാവ് മാത്രം കുടിയിരുത്തപ്പെട്ടു പോയിരുന്നു. പറയുക, നിങ്ങൾ വിശ്വാസികളെങ്കിൽ നിങ്ങളോട് ഇത്തരം
ദുഷ്കർമ്മങ്ങൾ കൽപ്പിക്കുന്ന ആ വിശ്വാസം എത്ര വിചിത്രമായിരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ നിസായിലും 154-ാമത്തെ ആയത്തിലും ഇവരുടെ ധിക്കാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേൽ സമൂഹം അവരുടെ പ്രവാചകന്മാരോട് ചെയ്ത ധിക്കാരങ്ങളെ കുറിച്ചും ഖുർആൻ സൂറ നിസായിലെ 154-ാമത്തെ ആയത്തിലും വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് അവർ ഈ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ലംഘിച്ചു. അതുപോലെ ബി കുഫ്രിഹിം ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ സത്യനിഷേധം ചെയ്തു, കുഫറായി കളഞ്ഞു. അതുപോലെ ഖത്ൽഹിം ബി അംബിയ ബി ഗൈരില്ല, ഒരു നീതിയും ഇല്ലാത്ത തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു. ഖൗലിഹിം ഖുലൂബുനാ ഗുൽഫുൻ, അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞുപോയി എന്ന രീതിയിൽ അവർ പറഞ്ഞു. ആ ഒരു തരത്തിൽ ഇങ്ങനെ രീതിയിൽ അള്ളാഹുവിന്റെ വർത്തമാനം കേൾക്കാതെ നിഷേധികളായി കഴിഞ്ഞ, അവർക്കയച്ച പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ, അവർക്ക് ലഭിച്ച നൽകിയ വേദഗ്രന്ഥങ്ങൾ തള്ളിക്കളഞ്ഞ, അവരോടും ചെയ്ത കരാറുകൾ ഇല്ലാതാക്കി കളഞ്ഞ, നിഷേധിച്ചു കളഞ്ഞ, ലംഘിച്ചു കളഞ്ഞ ഒരു സമൂഹം എന്ന നിലയിലാണ് ഇസ്രായേൽ സമൂഹത്തെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു തരത്തിൽ ബൈബിളിലാവട്ടെ ഖുർആനിലാവട്ടെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് വിശ്വാസവും അത് പൂർത്തീകരണവും ഉദ്ദേശം വെച്ചുകൊണ്ട് അവർക്ക് നൽകിയ കരാർ ദൈവം പൂർത്തീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ മക്കൾക്ക് മാത്രമായിട്ടല്ല കരാറുകൾ. ബൈബിളിൽ പോലും, അതായത് പഴയ നിയമത്തിൽ പോലും പറയുന്നത് എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എബ്രഹാം ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ കവനന്റ് ആണ്, അത് ഞങ്ങൾക്ക് നടപ്പിലാക്കണം എന്ന വാദം ഉന്നയിക്കുന്ന സയോണിസ്റ്റുകൾ പക്ഷേ ഈ ഒരു വാദത്തെ നിഷേധിച്ച് കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന്, ഇവർ മാത്രമല്ല ഇതിന്റെ പിൻഗാമികൾ എന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. അത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസവും പ്രകാരം. ഇത് ജൂയിഷ് സൊസൈറ്റിക്ക് മാത്രമല്ല, ഇബ്രാഹിമിന്റെ എല്ലാ സന്തതികളെയും കൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ഇത് ഒരു ബ്ലെസ്സിങ് എന്ന നിലയിലാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന നിലയിൽ, അതായത് അള്ളാഹുവിന്റെ വിശ്വാസം അത് പൂർത്തീകരിക്കുകയും ജീവിതത്തിലൂടെ നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നൽകുന്ന ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹമായിട്ടാണ് ഈ പ്രോമിസഡ് ലാൻഡ് പറയുന്നതെന്ന് ബൈബിൾ പഴയ നിയമവും അതുപോലെ തന്നെ ഖുർആനും ഇത് വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ഈ സമൂഹം അതൊക്കെ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ ഇവരുടെ ബൈബിളിൽ തന്നെ, അതായത് പഴയ നിയമത്തിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഇസ്രായേൽ ഇവിടെ ഒരു ചരിത്രം കൂടി മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. ഫലസ്തീനിൽ അവർ ജനിച്ചവരാണോ, അവിടെ തന്നെ അവരായിരുന്നു? അല്ല. പക്ഷേ ബൈബിളിൽ തന്നെ ജനസിസിൽ 17-18 ഭാഗത്ത് തന്നെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദ ഹോൾ ലാൻഡ് ഓഫ് കനാൻ where you now reside as a foreigner, I will give us an everlasting possession to you and your descendants after you, and I will be their God. അതായത് അവിടെ ബൈബിൾ തന്നെ, പഴയ നിയമം തന്നെ, ജനസിസിൽ തന്നെ പരാമർശിക്കുന്നത് നിങ്ങൾ അവിടെ ഫോറിനർ ആണ്, വിദേശികളാണ്. കാരണം എബ്രഹാമിന്റെ സന്തതികൾ, അത് എബ്രഹാം ജനിക്കുന്ന ഊറിലാണ്, അത് മെസപ്പൊട്ടോമിയയിലാണ്, ഇന്നത്തെ ഇറാഖിലാണ്. അവിടുന്ന് പിന്നീട് അദ്ദേഹം അറേബ്യൻ ഭാഗത്തേക്ക് വരുന്നു, അവിടെ ആധുനിക സൗദി ഭാഗത്തേക്ക് വരുന്നു. അവിടെ ഹാഗറിനെയും അല്ലെങ്കിൽ ഹാജറേയും മകൻ ഇസ്മായിലിനെയും അവിടെ ഉപേക്ഷിച്ച് അവിടെ നിർത്തിയിട്ട് ഷാം പ്രവിശ്യൻ കനാൻ ഭാഗത്തേക്ക് വരുന്നു. അവിടുന്ന് വളരുന്ന ഇസ്ഹാക്കിന്റെ മക്കൾ പരമ്പരയിൽ നിന്നാണ് ഈ ഒരു ചർച്ച രൂപപ്പെടുന്നത്. പിന്നീട് വളരെ കുറച്ച് കാലത്തിനിടയിൽ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ, യാക്കൂബ് അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാക്കിനെ സഹോദരങ്ങൾ ഉപേക്ഷിക്കുകയും അത് അവിടുന്ന് ഖുർആൻ പരാമർശിക്കുന്നത് പോലെ അവിടുന്ന് കുറെ കച്ചവടക്കാർ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും പിൽക്കാലത്ത് അവിടുത്തെ രാജാവും ഭരണാധികാരിയായി മാറിത്തീരുന്ന ഒരു ചരിത്രം നമുക്കറിയാം. യൂസുഫ് അലൈഹി സ്വലാം അല്ലെങ്കിൽ ജോസഫ് എന്ന് പറയുന്നത് അവിടെ പ്രവാചകൻ ഭരണാധികാരിയായി തീരുന്ന സാഹചര്യത്തിൽ യാക്കൂബിനെയും മക്കളെയും മുഴുവൻ കുടുംബത്തെയും ഈജിപ്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതോടുകൂടി പിന്നീട് 430 വർഷങ്ങൾക്കധികം അവിടെയാണ്, ഈജിപ്തിലാണ് അവർ താമസിക്കുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിന് ശേഷം പിന്നീട് ഇവരുടെ കുടുംബം മുഴുവൻ പടർന്ന് പന്തലിക്കുകയും ഒരുപാട് വിവാഹങ്ങളിലൂടെ ഒരുപാട് വലുതായി മാറുകയും, അപ്പോൾ അപ്പം തന്നെ ആലോചിച്ച് നോക്കുക, ഈ ഒരു ചെറിയ കുടുംബം അവിടെ എത്തുകയും പിന്നീട് അത് വലിയ കുടുംബമായി മാറുന്ന വിവാഹത്തിലൂടെയും ഇവരുടെ ഈ പ്രവാചകന്മാരുടെ ശാസനങ്ങൾ അംഗീകരിച്ച് പുതിയ ആൾക്കാർ ഇവരുടെ ഭാഗത്തേക്ക് ചേരുന്നതിനും കൂടിയാണ്. അതല്ലാതെ ഒരൊറ്റ റേസ് മാത്രമല്ല.
അവിടെ വീണ്ടും ഒരുപാട് വിവാഹങ്ങളിലൂടെയും അതുപോലെ തന്നെ അവർക്കിടയിൽ പിന്നീട് വന്ന പ്രവാചകന്മാരെ അംഗീകരിച്ചതിലൂടെ ഇസ്രായേൽ സമൂഹം വളരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് മൂസ അലൈഹി ഇസ്ലാം വരുന്നത്. പിന്നീടാണ് മൂസ അലൈഹി ഇസ്ലാം അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് അവരെ വീണ്ടും പലസ്തീൻ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു ചരിത്രം, അതായത് അവർ യഥാർത്ഥത്തിൽ തന്നെ അവിടെ ഫോറിനർ ആയിരുന്നു എന്നുള്ളതാണ് ബൈബിളിൽ ജനസിസിൽ പഴയ നിയമത്തിൽ പോലും പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബൈബിളിന്റെയും പഴയ നിയമത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ സയോണിസ്റ്റുകൾ വാദിക്കുന്ന ഈ വാദം, അതായത് ഇത് പ്രോമിസഡ് ലാൻഡ് ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ള വാദം, ഇത് തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആധുനിക പണ്ഡിതന്മാരും അന്നു മുതലുള്ള പണ്ഡിതന്മാരും ക്രിസ്തീയ പണ്ഡിതന്മാർ തന്നെയും വിശദീകരിക്കുന്നത് യഹൂദ ട്രഡീഷൻ പറയുന്ന വിശദീകരണം ശരിയല്ല എന്ന രീതിയിലാണ്. അതിനെ കുറച്ചും കൂടി സ്ഥാപിക്കുന്ന അവർക്കിടയിലുള്ള വിശദീകരണങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് ഖുർആൻ തന്നെയും ഈ ഒരു വിഷയത്തെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം കൊടുത്തതല്ല. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം കൊടുത്തതായി മാറുകയാണെങ്കിൽ സംഭവിക്കുന്നത്, കർത്താവ് റേസിസ്റ്റായി, ഒരു വംശീയവാദിയായി, ഒരു സമൂഹത്തിന് മാത്രം ഒരു നാട് പ്രദാനം ചെയ്യുന്ന ഒരു റേസിസ്റ്റായി മാറുന്ന ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വായനയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സമൂഹത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ മാത്രം പരിഗണിക്കുന്ന, എന്നാൽ അതേ സമൂഹം തന്നെ നിരവധി പ്രവാചകന്മാരെ, നമുക്കറിയാം യഹ്യ അലൈഹി ഇസ്ലാമിനെ പോലുള്ള ഒരുപാട് പ്രവാചകന്മാരെയൊക്കെ വധിച്ച ബൈബിളിൽ തന്നെയും അതുപോലെ തന്നെ ഖുർആനിൽ തന്നെയും വിശദീകരണങ്ങളുണ്ട്. ആ സമൂഹത്തിന് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനത്തിന് അനുസൃതമായി നൽകുന്ന ഒരു വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിക്കുക എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ പുതിയൊരു ഇതുമായി ബന്ധപ്പെട്ട വായനകൾ ഖുർആൻ തന്നെയും ഒരിക്കലും ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കില്ല. കാരണം അത് ശരിയായ വാദമല്ല എന്ന് ഈ ബൈബിളിന്റെയും മുൻ വന്ന തൗറാത്തിന്റെയും വിശദീകരണങ്ങളെ തെറ്റായി വായിച്ചതിനെ തിരുത്തിക്കൊണ്ടാണല്ലോ ഖുർആൻ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ആ വായന നമുക്ക് കാണുവാൻ കഴിയില്ല. പകരം അർദുൽ മുഖദ്ദസ എന്ന് പറയുന്ന വിശാലമായ ഫലസ്തീനിലെ വളരെ വിശുദ്ധമാക്കപ്പെട്ട ഭൂമി എന്ന് പറയുന്ന പദമാണുള്ളത്. കാരണം ആധുനിക ഭാഷയിൽ, സെക്കുലർ ഭാഷയിലുള്ള 3 മതങ്ങൾക്കും പവിത്രമായ ഭൂമിയാണ് മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമി. ഒരു പുണ്യഭൂമിയായിട്ടാണ് 3 മതങ്ങളും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 സമൂഹങ്ങളെയും കൂടി അള്ളാഹു ഉൾക്കൊള്ളുന്ന രീതിയിൽ അഹ്ലുൽ കിതാബ് എന്നുള്ള പദം പോലും വിളിക്കുന്നത്. കിതാബിന്റെ ആൾക്കാർ ഖുർആനിൽ യഹൂദരെയും ക്രിസ്ത്യൻസിനെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ കൂടുതൽ വിമർശിക്കുന്നത് യഹൂദ മതസമൂഹത്തെയാണ്. എന്നിട്ട് പോലും ആ ഒരു വിമർശനങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പോലും അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആദരണീയ സ്ഥാനം നൽകുകയും ഖുർആൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പരിഗണന ഖുർആൻ അവരെ കാണിക്കുന്നുണ്ട്. അതായത് ഖുർആന്റെ തന്നെ ഒരു ദൈവികമായ ഒരു പരിവേഷമാണ് അഹ്ലുൽ കിതാബ് എന്നുള്ള ആ ടെർമിനോളജിയിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആധുനിക പണ്ഡിതന്മാർ ഇസ്രായേലീസ് എന്നുള്ള 2 ടെർമിനോളജികളെ രണ്ടായി തന്നെ മനസ്സിലാക്കണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേലിറ്റീസ് എന്ന് പറയുന്നത് ഇസ്രായേൽ വംശപരമ്പര അല്ലെങ്കിൽ ഇബ്രാഹിമിന്റെ വംശപരമ്പരയിലുള്ള ആ ഒരു ജനവിഭാഗത്തെയാണ് ഇസ്രായേലിറ്റീസ് എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നു. ഇസ്രായേലീസ് എന്നുള്ള പദം അത് ആധുനിക ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെയുള്ള സിറ്റിസനെയാണ്, പൗരന്മാരെയാണ് ഇസ്രായേലീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലി വംശപരമ്പര എന്ന് പറയുമ്പോൾ അതിങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പ്രവാചകന്മാരുടെ വംശപരമ്പരയെ കുറിച്ചിട്ടാണ് തൗറാത്തിലും ബൈബിളിലും എല്ലാം പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന അവരുടെ വാദത്തെ തള്ളിക്കളയുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സയോണിസ്റ്റുകൾ അവരുടെ വാദം മുന്നോട്ട് വെച്ച സാഹചര്യങ്ങളിലെല്ലാം അവർ നേരിട്ട ഏറ്റവും വലിയ വിമർശനം പഴയ നിയമത്തിന്റെ ഈ വാക്യങ്ങൾ, തൗറാത്തിന്റെ തന്നെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള പണ്ഡിതന്മാരും അവർക്കിടയിലുള്ള ഓർത്തഡോക്സ് പണ്ഡിതന്മാരും അടക്കം, യഹൂദ ഓർത്തഡോക്സ് പണ്ഡിതന്മാരും മറ്റൊന്ന് ക്രിസ്തീയ സമൂഹത്തിലുള്ള പണ്ഡിതന്മാരും ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. ഓർത്തഡോക്സ് പണ്ഡിതന്മാർ അവർ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ഈ കഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടെ നമ്മളുടെ കുറ്റങ്ങൾ, പാപങ്ങൾ കാരണമാണ്. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പ്രോമിസഡ് ലാൻഡിൽ എത്തിച്ചേരാം എന്ന് പറയുന്ന ഒരു വാദമാണ് ഓർത്തഡോക്സ് ജൂസ് പണ്ഡിതന്മാർ, റബിമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ക്രിസ്തീയ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചത് ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല,
കാരണം ബൈബിളിൽ എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുമ്പോൾ എബ്രഹാമിന്റെ മറ്റു മക്കൾക്കും ആ മക്കളിൽ തന്നെ വംശപരമ്പരയിൽപ്പെടുന്ന മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ എല്ലാവരും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിശാലമായ ഒരു വീക്ഷണമാണ് അതിനുള്ളത് എന്ന് ജൂയിഷും ക്രിസ്തീയ പണ്ഡിതന്മാരും വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ സയോണിസ്റ്റുകൾ അത് തന്നെ ഈ ബൈബിൾ നരേറ്റീവ്സിനെ തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1900-ങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി സയോണിസ്റ്റുകൾ ഫലസ്തീനിൽ അവർക്ക് ഭൂമി വേണമെന്ന വാദം മുന്നോട്ട് വെക്കുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഗാന്ധി ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന വാദത്തെ ചോദ്യം ചെയ്തു. അതിന് മറുപടിയായിട്ട് 1939 മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന ഒരു ജൂയിഷ് നേതാവ് ഗാന്ധിക്ക് ഒരു ലെറ്റർ അയക്കുകയുണ്ടായി. ആ ലെറ്റർ പിന്നീട് ദ ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് പൊസസേഴ്സ് എന്ന് പറയുന്ന ഒരു പേരിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലെറ്ററിൽ ഗാന്ധിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് വളരെ വൈകാരികമായി എന്നാൽ തിയോളജിക്കൽ ഭാഷയിലും അതിന്റെ കൂടെ തന്നെ സയോണിസ്റ്റ് ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഞങ്ങൾക്ക് ബൈബിളിന്റെ നരേറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ഞങ്ങൾക്കുള്ള ഭൂമിയാണെന്ന തരത്തിൽ ബൈബിൾ നരേഷനെ പോലും സയോണിസ്റ്റുകൾ തള്ളിക്കളയുന്നതായി നമുക്ക് ഈ മാർട്ടിൻ ബൂബറിന്റെ ലെറ്ററിൽ കാണുവാൻ കഴിയും. ആ തരത്തിൽ സ്വന്തം ജൂയിഷ് സൊസൈറ്റിയിൽ നിന്നും ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ നിന്നുമുള്ള ബൈബിൾ പഴയ നിയമം തൗറാത്ത് ഉപയോഗിച്ച് തന്നെ കൊണ്ടുള്ള ആരോപണങ്ങളെ ആ ആരോപണങ്ങളും ഞങ്ങൾക്ക് ഇനി അതിന്റെ ആവശ്യമില്ല, ഫലസ്തീൻ നമ്മുടേതാണ്, ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന വാദം മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഹൂദരായ ഒരുപാട് നേതാക്കളും അവരും സയോണിസ്റ്റ് വാദത്തെ നിഷേധിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രമുഖനായ പ്രൊഫസർ എറിക് ഫ്രോം അദ്ദേഹം ജർമ്മൻകാരനായ ഒരു ജൂയിഷ് സ്കോളറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇഫ് ഓൾ നേറ്റീവ്സ് would suddenly claim territories in which their forefathers had lived for 2000 years ago. അതായത് എല്ലാ സ്വദേശികളും എല്ലാ നാട്ടുകാരും ഒരു പെട്ടുടനെ അവരുടെ അവരുടെ മുൻഗാമികൾ പ്രപിതാക്കൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്ന പേരിൽ എല്ലാ നാടും അവരും ബാധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു ഭ്രാന്താലയമായി മാറും എന്ന രീതിയിൽ എറിക് ഫ്രോം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒന്ന് ലോജിക്കല്ലാത്ത അത് മാത്രം തിയോളജിക്കലായി പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഈ ഒരു വാദത്തെ മുന്നോട്ട് വെക്കുന്ന സയോണിസ്റ്റുകളുടെ വാദത്തെ യഹൂദരിൽ നിന്ന് തന്നെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സയോണിസ്റ്റുകൾക്കിടയിൽ ഫലസ്തീൻ മാത്രമല്ലാത്ത അർജന്റീന പോലുള്ള ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈസ്റ്റ് ആഫ്രിക്കയിലെ ഉഗാണ്ട പോലുള്ള പ്രദേശങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഈ ഫലസ്തീന്റെ ഹിസ്റ്ററിയിൽ, യഹൂദരുടെ ഹിസ്റ്ററിയിൽ മതകീയ മാനം തന്നെയുള്ള ഫലസ്തീൻ ഉള്ളത് കൊണ്ട് അത് കൂടുതൽ ഫലസ്തീൻ സമൂഹത്തെ, ജൂയിഷ് സമൂഹത്തെ കൂടുതൽ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള വാദം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആധുനിക സയോണിസ്റ്റിന്റെ പിതാവായ തിയോഡർ ഹെഴ്സൽ അത് കൂടുതൽ മുന്നോട്ട് വെച്ച് ബാക്കിയുള്ള വാദങ്ങളെ തന്നെ ബാക്കിയുള്ള ജൂയിഷ് നേതാക്കൾ തന്നെ പ്രപ്പോസ് ചെയ്ത ഈ പ്രദേശങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫലസ്തീനിൽ തന്നെ മുന്നോട്ട് വെക്കുവാൻ ഇദ്ദേഹത്തെ തിയോഡർ ഹെഴ്സലിനെ കൂടുതൽ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ചർച്ചയുടെ അകക്കാമ്പുള്ളത്. ഒന്നാമത് ബൈബിൾ തൗറാത്ത് തന്നെ പറയുന്നത് പോലെ ഇത് ഇസ്രായേൽ സമൂഹത്തിന് മാത്രം കൊടുത്തതല്ല, എബ്രഹാമിന്റെ സന്തതികൾ കൊടുത്തതാണ്. അത് ജൂഷി പണ്ഡിതന്മാർ തന്നെ വിമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തീയ വിശദീകരണത്തിൽ പോലും തള്ളിക്കളയുന്നതായി കാണുവാൻ കഴിയും. ഇതിനെതിരെ രണ്ടിനെയും തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഖുർആൻ തന്നെയും ഇവരുടെ വാദങ്ങളെ തള്ളിക്കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് കൊടുത്തത് ഇതൊരു ബ്ലെസ്സിങ് എന്ന നിലയിലാണ്, ഒരു വിശ്വാസവും അതിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ അനുഷ്ഠാനവും അനുസരണവും അടിമത്വവും ഉള്ള ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അത് നിഷേധിക്കുന്നവർക്ക് ഇത് ലഭിക്കുകയില്ല എന്ന് അത് നിഷേധിച്ചത് പഴയ നിയമത്തിൽ തന്നെ
അവരുടെ ചരിത്രങ്ങൾ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിനെ സ്ഥാപിക്കുന്ന ഖുർആൻ വാക്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇത് അവർക്കിടയിൽ പോലും ശക്തമായ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന വാദം ഇസ്രായേലികളെ മതാടിസ്ഥാനത്തിൽ ഒരു ജൂയിഷ് ദേശീയതയ്ക്ക് ബോധിപ്പിക്കുക, ജൂയിഷ് ഐഡന്റിറ്റിയെ സൂക്ഷിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് അവരോടൊരു ദേശീയവാദം മുന്നിൽ വെക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വാദമാണ് ഈ പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ആശയത്തിൽ തന്നെ ഉദ്ദേശിക്കുന്നത് അത് ഈജിപ്തിന്റെ ഭാഗങ്ങളും മെഡിറ്ററേനിയൻ ഭാഗങ്ങളും തുർക്കിയുടെ ഭാഗങ്ങളും അടക്കമുള്ള വിശാലമായ ഭാഗവും കൂടിയാണ്. ഇതെല്ലാം പക്ഷേ സയോണിസ്റ്റുകൾ അതിനെ ഫലസ്തീനിലേക്ക് മാത്രം ഒതുക്കുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഫലസ്തീൻ ഒതുക്കിയിട്ട് പോലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ പിടിച്ചടക്കുവാൻ വേണ്ടി പലവിധ യുദ്ധങ്ങൾ നടത്തിയവരും കൂടിയാണ് എന്നത് മാത്രമല്ല, ഇപ്പോഴും സ്വന്തമായി ടെറിട്ടറി വെക്കാതെ അത് ഫലസ്തീൻ തന്നെയുള്ള വിവിധ ഭാഗങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമവും കൂടി ഈ ഒരു വാദത്തിന്റെ പേരിൽ തന്നെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.